സെമിനാർ പോയിന്റ് ഇന്നത്തെ കഥയാണ് കേട്ടോ. രേവതിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാണ്ടിരുന്ന മസാല ദോശയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നും അല്ല, മനഃപൂർവ്വം എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവളിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വർഷയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യനെ എടുത്ത് കറക്കുന്ന റീൽസൊക്കെ ഇങ്ങനെ കാണുവാണ്. അപ്പോൾ ശ്രീകാന്ത് വരുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ അടുത്ത് ഇത് പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഈ റീൽസിൽ കാണിക്കുന്നത് ഭർത്താവിന് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഭാര്യേനെ അടുത്ത് 3 കിലോമീറ്ററൊക്കെ നടക്കുന്നത്. നീ എന്നെ ഒരു 3 തവണയെങ്കിലും ഇവിടെ ഒന്ന് എടുത്ത് കറക്കൻ്റെ ശ്രീകാന്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പിന്നെ ഭാര്യയോടുള്ള സ്നേഹം ഇങ്ങനെയാണോ കാണിക്കുന്നത്? എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. ഇല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്നോട് പഴയ സ്നേഹമൊന്നും ഇല്ല. സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ എടുക്കുക കറക്കത്തില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവസാനം ശ്രീകാന്ത് എന്ത് ചെയ്യുന്നുണ്ട്, വർഷേനെ എടുത്ത് കറക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നടക്കുന്നുണ്ട് എടുത്തിട്ട്. അപ്പോഴേക്കും നമ്മളുടെ സച്ചി രേവതിയും കൂടി ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. എടാ നീ എന്ത് പ്രാന്താടായി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഭാര്യയോടുള്ള സ്നേഹം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. അന്നേരത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഇതിൻ്റെ പ്രാന്തെന്ന് തന്നെയാണ് പറയേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്യുമോ? സച്ചിയേട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട്, ആര് പറഞ്ഞു ചെയ്യത്തില്ല എന്ന്? ഞാൻ നിന്നെ അടുത്ത് കറക്കില്ലായിരുന്നോ നേരത്തെ? ഓ, അത് ഒരു വട്ടമല്ല, ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, ആര് പറഞ്ഞ് ചെയ്യത്തില്ല എന്ന്? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ രേവതിയെ സച്ചി എടുത്ത് പൊക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ട് നമ്മളുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താ ഇത് പ്ലേ സ്കൂളിൽ പോയാണൊക്കെ ഉണ്ടല്ലോ. എടാ നീയൊക്കെ എന്തോ ഈ കാണിക്കുന്നത്? നിനക്കും വേണേ അവളെ എടുത്തോണ്ട് നടന്നോ, ഭാര്യയോടുള്ള സ്നേഹം തെളിയിക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ഒരു ആഗ്രഹം കേട്ടോ. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, നിന്നെ ഇനി ഞാൻ ഇങ്ങനെ എടുത്ത് കറക്കണമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ എടുത്ത് ഇങ്ങനെ വട്ടം കറക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ 3 പേരും കൂടെ അവിടെ ഇങ്ങനെ കിടന്ന് മരുമാരെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മളുടെ രവിയേട്ടനും ചന്ദ്രമതിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇവരാകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുക, ഇവരെന്താ ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അതിന് ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് നിർത്ത്, നീയൊക്കെ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ ഈ ഹോളിലാണോ കാണിക്കേണ്ടത്? വേറെ ആരെങ്കിലും കണ്ടിട്ട് വന്നാൽ എന്ത് വിചാരിക്കും അവർ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് ഭാര്യമാരെയല്ലേ എടുത്ത് കറക്കുന്നത്, ആരെന്ത് വിചാരിക്കാൻ? നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ അങ്ങ് റൂമിൽ പോയിട്ട് ചെയ്താൽ മതി നിങ്ങൾ, അല്ലാതെ ഇതൊന്നും ഹോളിൽ കാണിക്കേണ്ട, ഞങ്ങളുടെ മുമ്പിൽ ഇതൊന്നും കാണിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് റൂമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, അത് ശരി അവൻ പറഞ്ഞത്. അന്നേരത്തേക്ക് സ്തുതിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഈ റൊട്ടേഷനൊന്നും പറ്റത്തില്ല, എനിക്ക് എന്തായാലും സ്ഥിരമായിട്ട് റൂം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഞാൻ അധ്വാനിച്ചിട്ടാണ് വരുന്നത്, എനിക്ക് ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നത് ജോലിയാണ്, ഞാൻ വലിയ ബിസിനസ്മാനാണ്, എനിക്ക് ഉറക്കം ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി അതിന് കൂട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഏട്ടന് മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്നത്, എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ട്, രാത്രിയാകുമ്പോൾ എല്ലാവരും ക്ഷീണിച്ച് തന്നെയാണ് വരുന്നത്. രേവതിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോഴേക്കും അവിടെ അതൊരു വഴക്കാവുന്നുണ്ട്. അവസാനം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത്, നീ ചെയ്യുന്ന ഒരു ജോലിയാണോ, എല്ലാവർക്കും ആഹാരം പാകം ചെയ്ത് കൊടുക്കുന്നതാണോ ഒരു ജോലി? അന്നേരം ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്, ഏട്ടൻ എൻ്റെ പ്രൊഫഷനെ പറയരുത്, പിന്നെ ഏട്ടൻ മാത്രമല്ലേ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട് കേട്ടോ. അവസാനം ചന്ദ്രമതി രവിയേട്ടൻ ഇടപെട്ട് ഇതിന് നമുക്കൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുമെന്ന് രവിയേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ സച്ചി രേവതിയും പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങൾക്ക് റൂം വേണ്ട, ഞങ്ങൾ ഹോളിലും ടെറസിലുമായിട്ടൊക്കെ തന്നെ കിടന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എന്തായാലും നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് രവിയേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ട് വൈകുന്നേരം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഹോളിൽ ഇങ്ങനെ ഒത്തിരിക്കുകയാണ്. അപ്പോൾ രവിയേട്ടൻ എന്തൊക്കെയോ കണക്കൊക്കെ എഴുതുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോ മാസം എത്ര രൂപ വെച്ച് തരാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് പറയണമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ മാസവും തരുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അല്ലേ തരുന്നത്, ഇനി അങ്ങനെയല്ല, ആരൊക്കെ എത്രയൊക്കെ രൂപ വെച്ച് തരുമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ശ്രുതി അടുത്താണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പിശുക്കനല്ലേ, ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കൈവിരൽ, 8 രൂപ കൊടുക്കുക, 8000 രൂപ കൊടുക്കുക. അപ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യുന്നുണ്ട്, അത് പറയുന്നത്, അച്ഛൻ ഞാൻ 3000 രൂപ തരാമെന്ന്. അന്നേരം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നീ വലിയ ബിസിനസ് മാൻ അല്ലേ, എന്നിട്ട് എന്തേ 3000 രൂപ, നിനക്ക് നാണം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പകരം എന്തേ അമ്മ ചോദിക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ ശ്രുതി എന്താ ഇത്? അന്നേരത്തേക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, 8000 രൂപ തരാം അച്ഛാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സച്ചിയെടുത്ത് ചോദിക്കുന്നു. സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിനാ എന്നെ നോക്കുന്നത്, സച്ചിയേട്ടൻ ഇഷ്ടത്തിന് കൊടുത്തോ, അല്ല നീയും കൈവിരൽ കാണിക്കാൻ പറയും. അപ്പോൾ രേവതി എന്ത് ചെയ്യുന്നുണ്ട്, 10 രൂപ പറയുന്നുണ്ട്, 10000 രൂപ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് 10000 രൂപ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മളുടെ രേവതി പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ 2000 രൂപ വെച്ച് തരാം, ഞാനും ഇവിടെ വെറുതെ ഇരിക്കുമെന്നല്ലോ, ഞാനും ജോലി ചെയ്യുന്നില്ല, അതിനകത്തൊന്ന് 2000 രൂപ തരാമെന്ന് പറയാം. അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മോളെ എന്ന്. അപ്പോൾ ചന്ദ്രമതി പറയുന്നു, പിന്നെ പറയുന്നത് കേട്ട് അതൊന്ന് 2 ലക്ഷം രൂപയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ ഞാൻ 2000 രൂപ തരാം, അച്ഛൻ അതങ്ങ് വാങ്ങിക്കോളാൻ പറയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവിടെ വലിയ കോടീശ്വരിമാരൊക്കെ ഉണ്ട്, അവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, നിനക്കിങ്ങനെ പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടായല്ലോ.
അപ്പോഴേക്കും നമ്മളുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു 5000 രൂപ വെച്ച് തരാമെന്ന്. അപ്പോഴേക്കും ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ 8000 കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ 5000 കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും 5000 രൂപ തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.